വെൽക്കം ടു എഹ്ലാസ് ട്യൂഷൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ആഡേഴ്സ്, സബ്സ്ട്രാക്ടേഴ്സ്, മൾട്ടിപ്ലക്സർ, ഡിമൾട്ടിപ്ലക്സർ, ഡീകോഡർ, എൻകോഡർ, അതേപോലെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിലബസ്. ആദ്യം നമുക്ക് ബൈനറി ആഡറിനെ കുറിച്ച് പഠിക്കാം. ബൈനറി ആഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം കോമ്പിനേഷൻ സർക്യൂട്ട് ദാറ്റ് പെർഫോംസ് ദ അഡീഷൻ ഓഫ് 2 bit is called a half adder. The truth table for the half adder is listed below. അപ്പോൾ ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ 2 ബിറ്റിന്റെ അഡീഷൻ. അപ്പോൾ ഇവിടെ ക്യാരി ഉണ്ടാവും, സമ്മ് ഉണ്ടാവും. സമ്മ് എന്ന് പറയുമ്പം 0 0 0 0 1 1 1 0 1 തന്നെ 1 + 1 എന്ന് പറയുമ്പം സമ്മ് 0, ഒരു ക്യാരി ഉണ്ടാവും 1 0. അപ്പോൾ നമുക്ക് ഇതിന്ന് സമ്മിന് ഒരു ഇക്വേഷൻ കിട്ടും, ക്യാരിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ബാർ വൈ പ്ലസ് എക്സ് വൈ ബാർ. ക്യാരിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ. അപ്പോൾ നമ്മൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. സർക്യൂട്ട് ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം അറിയാം എക്സ് വൈ ബാർ പ്ലസ് എക്സ് ബാർ വൈ. അപ്പോൾ എക്സ് വൈ ബാർ ഒരു ആൻഡ് ഗേറ്റിൽ കൊടുക്കും, അതുപോലെ എക്സ് ബാർ വൈയും ഒരു ആൻഡ് ഗേറ്റിൽ കൊടുക്കും. രണ്ടും കൂടെ പ്ലസ് ചെയ്യണം, അതിന് നമ്മൾ ഓർ കൊടുക്കും. നമുക്കിവിടെ സമ്മ് കിട്ടി. അതേപോലെ തന്നെ ക്യാരി കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് ഇൻറ്റു വൈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ റിസൾട്ട് നമുക്ക് ക്യാരി കിട്ടും. അപ്പോൾ നമുക്കിത് എക്സോർ ഉപയോഗിച്ചിട്ട് 2 ഗേറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സോറിൻ്റെ ഔട്ട്പുട്ട് എക്സ് വൈ ബാർ പ്ലസ് എക്സ് ബാർ വൈ എന്ന് പറയുന്നത് എക്സോർ ആണ്. അപ്പോൾ ഒരു എക്സോർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും ഉണ്ടെങ്കിലും നമുക്കൊരു ഹാഫ് ആഡറിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ ഫുൾ ആഡർ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് 3 ബിറ്റ്സിനെയാണ് നമ്മൾ ഫുൾ ആഡർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 3 ബിറ്റ്സ് ഉണ്ടാവും, എക്സും വൈയും സെറ്റും. അപ്പൊ ഇതിൽ സമ്മും ക്യാരിയും ഉണ്ട്. ഇവിടെ 0 ഒക്കെ ആഡ് ചെയ്താൽ 0, 0 + 0 0, 0 + 1 1, 0 + 1 1, 1 + 0 1. പിന്നെ ഇവിടെ 2 1 വന്നിട്ടുണ്ട്. അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ 1 0. അപ്പോൾ ഒരു ക്യാരി 1 മാത്രമേ ഉള്ളൂ, അപ്പോൾ ക്യാരി ഇല്ല. ഇവിടെ 2 1 ഉണ്ട്, അപ്പോൾ ഒരു ക്യാരി സമ്മ് 0. ഇവിടെ 2 1, അപ്പോൾ ഒരു ക്യാരി സമ്മ് 0. 3 1 ആവുന്ന സമയത്ത് ഒരു ക്യാരി ഉണ്ട്, സമ്മ് 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമ്മൾ ഇനി ആ ട്രൂത്ത് ടേബിളിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ കെ മാപ്പ് എടുക്കും. അപ്പോൾ കെ മാപ്പ് ഇവിടെ 8 വേരിയബിളുള്ള കെ മാപ്പ് എടുക്കും. അപ്പോൾ കെ മാപ്പിൽ നമ്മൾ നോക്കും ഇവിടെ എക്സ് വൈ സെഡ്. അപ്പോൾ എക്സ് വൈ സെഡ് എന്ന് പറയുമ്പം ആദ്യത്തെ കേസിൽ 1 ആവുന്നത്, സമ്മ് 1 ആവുന്നത് എക്സ് ബാർ വൈ ബാർ സെഡിൽ. അപ്പോൾ എക്സ് ബാർ വൈ ബാർ സെഡ്. അപ്പോൾ ഇവിടെ 1 കിട്ടും. അപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ 0, വൈൻ്റെ വാല്യൂ 0 1 ആവുന്ന സമയത്ത് 1 ആണ്. പിന്നെ 1 ഉള്ളത് എക്സിന്റെ വാല്യൂ 0, വൈൻ്റെ വാല്യൂ 1 1 0 0 1 0 ആകുമ്പോൾ 1 ആണ്. അപ്പോൾ 0 1 0ന്റെ കേസിൽ 1 ആണ്. അടുത്ത കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1 0 0ൽ 1 ആണ്. അപ്പോൾ ഇവിടെ 1 0 0ൽ 1. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കെ മാപ്പ് ചെയ്തു. ഇപ്പോൾ കെ മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഗ്രൂപ്പ് ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല, ഒക്കെ ഇൻഡിവിജ്വൽ ആണ്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്ട് ഫുൾ കംപ്ലീറ്റ് നമുക്ക് സമ്മിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ തന്നെ കിട്ടി. നമ്മൾ ക്യാരി നോക്കുന്ന സമയത്ത് നമ്മളത് ചെക്ക് ചെയ്തിട്ട് എഴുതി. അപ്പോൾ ക്യാരിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഇവിടെ സമ്മിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടി, ക്യാരിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് വേറൊരു ഇംപ്ലിമെന്റേഷനെ കുറിച്ച് നോക്കാം. ഫുൾ ആഡർ ക്യാൻ ഓൾസോ ഇംപ്ലിമെന്റഡ് വിത്ത് 2 ഹാഫ് ആഡേഴ്സ് ആൻഡ് 1 ഓർ ഗേറ്റ്. 2 ഹാഫ് ആഡറും ഒരു ഓർ ഗേറ്റും ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫുൾ ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബൈനറി ആഡർ ആണ് പഠിക്കുന്നത്. ബൈനറി ആഡർ ഓൾസോ കോൾഡ് ആസ് റിപ്പിൾ ക്യാരി ആഡർ because of the construction with the full adders are connected in cascade. full addersനൊക്കെ നമ്മൾ കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറേ ഫുൾ ആഡേഴ്സിനെ കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ബൈനറി ആഡേഴ്സ് എന്ന് പറയുന്നത്.
ഇതിൽ ക്യാരി പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് ദ പ്രൊപ്പഗേഷൻ ഡിലേ വിൽ അഫക്ട് ദ ഔട്ട്പുട്ട് സിഗ്നൽ ഓൺ ഡിഫറെന്റ് ടൈംസ്, so the signals are given enough time to get the precise and stable output. The most widely used technique employ the principle of carry look ahead to improve the speed of algorithm. അപ്പോൾ നമ്മൾ കുറേ ഫുള്ളായിട്ട് ഒരുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഡിലേ ഉണ്ടാവും. അപ്പോൾ ആ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതമാണ് ക്യാരി ലുക്ക് അഹെഡ് അൽഗോരിതം. ക്യാരി ലുക്ക് അഹെഡ് ജനറേറ്ററിന്റെ ലോജിക് ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും വേറെ തന്നെയാണ് സർക്യൂട്ട്. അതുകൊണ്ട് തന്നെ C3 is propagated at the same time as C2 and C1. അപ്പം നമ്മൾ C1ൽ റിസൾട്ട് വരുന്ന അതേ സമയത്ത് തന്നെ C2ലും C3ലും റിസൾട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ പ്രൊപ്പഗേഷൻ ഡിലേ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഹാഫ് സബ്സ്ട്രാക്ടർ ആണ് അടുത്ത ടോപ്പിക്. 2 ബിറ്റിന്റെ സബ്സ്ട്രാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ A, B എന്ന് പറയുന്ന ബിറ്റുകളുടെ സബ്സ്ട്രാക്ഷൻ. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് ഇത്, ബോറോ ഇത്. ഇപ്പൊ എന്ന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ഒന്നുമില്ല, 0 ആണ്. ബോറോ എടുക്കേണ്ട കാര്യമില്ല. 0 മൈനസ് 1, 0 1 മൈനസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നമ്മളൊരു ബോറോ 1 എടുക്കും, എന്നിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് 1 ആന്ന് പറയും. പിന്നെ 1 മൈനസ് 0, 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 1 ആണ്. ബോറോയുടെ ആവശ്യമില്ല. 1 മൈനസ് 1 0 ആണ്. ബോറോയുടെ ആവശ്യമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരാം. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് XOR ഗേറ്റ് ആണ് വരാ. പിന്നെ ഉള്ളത് ബോറോ ആണ്. ബോറോ എന്ന് പറയുമ്പം A ബാർ B, A ബാർ B എന്ന് പറയുമ്പോൾ നമ്മളിതിനെ ഇവിടെ നോട്ട് ചെയ്ത് കൊടുക്കും B. അപ്പൊ ഇതാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. അടുത്ത ടോപ്പിക് മൾട്ടിപ്ലക്സർ ആണ്. Multiplexer is a combination circuit which have many data input and a single output depending on select or control input. അപ്പോൾ മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇൻപുട്ട് ഉണ്ടാവും. ആ ഇൻപുട്ടിൽ നമ്മൾ ഈ സെലക്ട് ലൈനിനനുസരിച്ചിട്ട് ഒരു ഔട്ട്പുട്ട് മാത്രം കിട്ടും. അതാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇൻപുട്ടിൽ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടതാണ് ഈ സെലക്ട് ലൈന്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻപുട്ടിൽ ഒന്നിനെ മാത്രമേ നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ മെനി ടു വൺ സർക്യൂട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോജിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഡാറ്റ സെലക്ടർ സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഡാറ്റ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡാറ്റ സെലക്ഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. The selection of particular input line is controlled by a set of select lines. There are 2 raised to n input lines where n is the number select line. അപ്പം n നമ്പർ സെലക്ട് ലൈൻ ആണ്. അപ്പം നമുക്ക് എത്ര ഇൻപുട്ട് ഉണ്ടാവും? 2 raised to n ഇൻപുട്ട് ഉണ്ടാവും. ഇതിന്റെ ഔട്ട്പുട്ട് ഫിക്സ്ഡ് ആണ്. എപ്പോഴും ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ മൾട്ടിപ്ലക്സറിന്. അപ്പം 2 raised to n ഒരു സെലക്ട് ലൈന് മാത്രമേ ഉള്ളെങ്കിൽ 2 raised to 1 2 ഇൻപുട്ട് ഉണ്ടാവുക. 2 സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ 4 ഇൻപുട്ട് ആണ്. 3 സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ 2 raised to 3 8 ഇൻപുട്ട് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു 4 raised to 1 മക്സ് നോക്കാം. ഇവിടെ 2 സെലക്ട് ലൈൻ ആണ്. സെലക്ട് ലൈൻ അനുസരിച്ചിട്ട് ഇൻപുട്ട് സെലക്ട് ചെയ്യും. അപ്പം 0 0 ആവുന്ന സമയത്ത് I0നെ സെലക്ട് ചെയ്യും. 0 1 ആവുമ്പം I1ന്, 1 0 ആവുമ്പം I2ന്, 1 1 ആവുമ്പം I3ന്, അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. S1 ബാർ S0 ബാർ എന്നാലും നമുക്ക് I0 കിട്ടും. S1 ബാർ S0 I1 അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ S1 S0 ബാർ I2, S1 S0 I3. അപ്പൊ ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ. When the size of the mux is specified by 2 raised to n of its input line and the single output line. Mux contains AND gate followed by an OR gate. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വെക്കണം. Mux contain AND gate followed by an OR gate. അടുത്തത് ഡിമൾട്ടിപ്ലക്സർ. ഡിമൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതിന് നേരെ റിവേഴ്സ്. ഒരു ഇൻപുട്ട് ഉണ്ടാവും, n സെലക്ട് ലൈൻ ഉണ്ടാവും, 2 raised to n ഔട്ട്പുട്ട്സും ഉണ്ടാവും. അപ്പം ഇറ്റ് റിസീവ്സ് ഇൻഫർമേഷൻ ഓൺ സിംഗിൾ ലൈൻ ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ് ഓൺ 1 of 2 raised to n possible output lines. A decoder with an enable input can function as a demultiplexer. ഇതൊരു 1:2 DMX ആണ്. ഒരു സെലക്ട് ലൈൻ ഉണ്ടാവുക. അപ്പോൾ 1:2. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ ഒന്നെങ്കിൽ S ബാർ E ആവാം അല്ലെങ്കിൽ SC ആവാം. 1:4 ആവുന്ന സമയത്ത് സെലക്ട് ലൈൻ അനുസരിച്ചിട്ട് S1ഉം S0 2 സെലക്ട് ലൈൻ ഉണ്ടാവും. 0 0 ആവുമ്പം D0ല് ഇനേബിൾ ഔട്ട്പുട്ട് കിട്ടും. 0 1 ആവുമ്പം D1ല്, 1 0 ആവുമ്പം D2ല്, 1 1 ആവുമ്പം D3ലാണ് ഈ ഔട്ട്പുട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത് അതർ നെയിം ഓഫ് demultiplexer are one-to-many secured or data distribution secured. Number of select line is log n to the base 2, where n is the number of output lines. അടുത്ത ടോപ്പിക് decoder. Decoder is a combinational circuit that is used to convert binary to another codes such as binary to octal, binary to decimal, binary to hexadecimal. In decoder, depending on binary data applied, one of the output line will become logic 1. A decoder has many inputs and many output lines. It is combinational circuit that converts binary information from n input lines to maximum 2 raised to n unique output lines. So then n input lines ഉണ്ടാവും 2 raised to n unique output lines ഉണ്ടാവും. If the n-bit decoded information has unused or don't care combination, the decoder will have less than 2 raised to n outputs. The total number of output lines m less than or equal to 2 raised to n. Where n total number of input lines. അപ്പോൾ output lines m less than or equal to 2 raised to n ആണ്. n എന്ന് പറയുന്നത് total number of input lines ആണ്. അപ്പോൾ നമുക്കൊരു 2x4 decoder നോക്കാം. ഇവിടെ 2 ഇൻപുട്ട് 4 ഔട്ട്പുട്ട് ഒരു ഇനേബിൾ ഉണ്ടാവും. അപ്പോൾ 2 ഇൻപുട്ടിനനുസരിച്ചിട്ട് ഇനേബിൾ 1 ഇനേബിൾ ആകുന്ന സമയത്തെല്ലാം ഓൺ ആണ്. 0 ആകുന്ന സമയത്ത് D0 ഓഫ്, 01 ആകുന്ന സമയത്ത് D1 ഓഫ്, 10 ആകുമ്പോൾ D2 ഓഫ്, 11 ആകുമ്പോൾ D3 ഓഫ്. അപ്പോൾ 2x4 ഈ ഒരു ഡീകോഡറിന് may act like a 1:4 DMAX and vice versa. Decoder and DMAX circuit are almost same. Decoder contains AND gates or NAND gates. ഇനി നമുക്ക് എൻകോഡറിനെ കുറിച്ച് പഠിക്കാം. എൻകോഡർ is used to convert other codes to binary. അപ്പോൾ വേറെ കോഡ്സിനെ ബൈനറിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻകോഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒക്ടൽ ടു ബൈനറി ആക്കാൻ, ഹെക്സാഡെസിമൽ ടു ബൈനറി ആക്കാൻ, ഡെസിമൽ ടു ബൈനറി ആക്കാൻ, ഡെസിമൽ ടു BCD ആക്കാൻ. In encoder, one of the input line is high and the corresponding binary available at the output. In priority encoder, any number of input can be high, but based on priority, highest priority input corresponding binary is available at the output. ഇനി നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് is the basic memory element. It can store 1 bit of information. 1 bit സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുന്നത്. ഇതൊരു സ്റ്റോറേജ് എലമെന്റ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് 2 outputs which are always complementary to each other. ആണ് 0 ഉം 1 ഉം. അതാണ് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് 2 stable state and it is known as bistable multivibrator. A simplest form of flip-flop is called a latch. It can be constructed with 2 cross-coupled NAND gates or NOR gates. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ക്ലോക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഇങ്ങനെയാണ് വരിക. ക്ലോക്ക് 0 ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് QN. ക്ലോക്ക് ഒക്കെ ഇവിടെ 1 കൊടുത്ത് 00 എസും സെറ്റും റീസെറ്റും 0 ആകുമ്പോൾ ഔട്ട്പുട്ട് QN. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് എന്താണ് ഔട്ട്പുട്ട് ഉള്ളത് അത് തന്നെ. അപ്പോൾ നമുക്ക് ഹോൾഡ് സ്റ്റേറ്റ് എന്ന് പറയാം. സെറ്റ് 0, റീസെറ്റ് 1 ആവുന്ന സമയത്ത് ഇത് റീസെറ്റ് ആയി, ഔട്ട്പുട്ട് 0 ആവും. സെറ്റ് 1 ആവുന്ന സമയത്ത് റീസെറ്റ് 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 കിട്ടും. അതിന് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. സെറ്റും റീസെറ്റും 1 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇൻവാലിഡ് ആണ്. അതിന് ഫോർബിഡൻ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ നമുക്ക് പ്രീവിയസ് ഔട്ട്പുട്ടും കൂടെ ചെക്ക് ചെയ്തിട്ട് നോക്കാം. 00 പ്രീവിയസ് ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. 00 പ്രീവിയസ് ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. അപ്പോൾ എന്താണോ പ്രീവിയസ് 0 കണ്ടീഷനിൽ എന്താണോ ഔട്ട്പുട്ട് ഉള്ളത് അത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ QN എന്ന് പറയുന്നത്. സെറ്റ് 0 റീസെറ്റ് 1 ആവുന്ന സമയത്ത് പ്രീവിയസ് ഔട്ട്പുട്ട് 0 ആയാലും 1 ആയാലും ഇത് റീസെറ്റ് ആവും 0. അപ്പോൾ അതാണ് റീസെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സെറ്റ് കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇത് 1 കൊടുത്തിട്ടുള്ളതെങ്കിൽ പ്രീവിയസ് 0 ആയാലും 1 ആയാലും ഔട്ട്പുട്ട് 1 ആവും. അപ്പോൾ അത് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ സെറ്റും 1 കൊടുത്ത് റീസെറ്റും 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0, 1 ഏത് കേസായാലും എന്താണ് വരാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിതിനെ ഇൻവാലിഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്.
ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ Qn plus 1 is equal to S plus R bar Qn. ഇങ്ങനെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് SR flip flop is invalid state will be present when both the inputs are 1 or high. To avoid this, JK flip flop is used. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രശ്നം. രണ്ടും 1 ആവുന്ന സമയത്ത് നമുക്ക് ഇൻവാലിഡ് സ്റ്റേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കും. നമുക്കിനി JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് പഠിക്കണം. JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് നമുക്ക് D ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ലോജിക് ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് J ഉപയോഗിച്ചിട്ട് SR ഉണ്ടാക്കാം. അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. S is equal to JQ ബാറും R is equal to KQ കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ SRന്റെ അടുത്ത് JQ ബാർ ഒരു ഔട്ട്പുട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്ത് അതേപോലെ ഈ ഒരു ഔട്ട്പുട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്ത് അപ്പോൾ ISനും Rനെയും നമ്മൾ മാറ്റി. അപ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. ക്ലോക്ക് കൊടുക്കുന്ന സമയത്ത് 0 0 പ്രീവിയസ് ഔട്ട്പുട്ട് Qn, 0 1 ആവുമ്പോൾ 0, 1 0 ആവുമ്പോൾ 1, 1 1 ആവുമ്പോൾ Qn ബാർ ടോഗിൾ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ നമുക്ക് നോക്കാം. 0 0 ആവുമ്പോൾ പ്രീവിയസ് എന്താണോ ഉള്ളത് അതന്നെ Qn തന്നെ വരുന്നത്. 0 1 ആവുന്ന സമയത്ത് നമ്മളിവിടെ 0 കൊടുക്കുന്ന സമയത്ത് ഇതെന്താവുന്നു 0 സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ 1 കൊടുക്കുന്ന സമയത്ത് ഇത് 1 സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ഇത് രണ്ടും 1 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇവിടെ 0 ആണുള്ളതെങ്കിൽ നമുക്ക് Qn plus 1 1 കിട്ടും. ഇവിടെ 1 ആണുള്ളതെങ്കിൽ ഇവിടെ 0 കിട്ടും. അപ്പോൾ Qn ബാർ എന്ന് നമ്മൾ ജനറൽ ആയിട്ട് പറയും. അപ്പോൾ ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ ഇങ്ങനെ വരാം. JQn ബാർ പ്ലസ് K ബാർ Qn. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് അറൗണ്ട് കണ്ടീഷൻ ആണ്. റേസ് അറൗണ്ട് കണ്ടീഷൻ വിൽ ഒക്കേഴ്സ് വെൻ J is equal to K is equal to 1. ഈ ഒരു കേസിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് TBD അല്ല, റേസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ടാവുന്ന വേറൊരു കേസാണ് TPD of ഫ്ലിപ്പ് ഫ്ലോപ്പ് ലെസ് ദാൻ PW. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് ലെവൽ ട്രിഗേർഡ് ആണെങ്കിൽ നമുക്ക് റേസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ടാവും. For the duration of PW of the clock pulse, the output Q will oscillate back and forth between 0 and 1. At the end of the clock pulse, the value of 0 is uncertain. This situation is referred as race around condition. To avoid this, the condition is TPW is less than TPD less than time period. ഇങ്ങനെ ഒരു ടൈം പീരീഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മുടെ റേസ് അറൗണ്ട് കണ്ടീഷൻ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ലെവൽ ട്രിഗേർഡ് ആയതുകൊണ്ടാണ് അവിടെ നമുക്ക് ഈ ഒരു ലെവൽ ട്രിഗേർഡ് ആയതുകൊണ്ടാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ടായത്. അപ്പം അതിന് പകരം നമ്മൾ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു റേസ് അറൗണ്ട് കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ റേസ് അറൗണ്ട് കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, അതിന് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ in master slave flip flop, master is supplied with the input clock and slave is supplied with the inverted clock. Due to this, when master output is changing, slave output remains in previous state. ഇത് മാസ്റ്റർ, ഇത് സ്ലേവ്. ഇതിന്റെ ക്ലോക്കിന് നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട് സ്ലേവിന് കൊടുക്കും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാവില്ല. In master slave flip flop, output will change only when slave output changes. Output of master can change many times, but slave output can change only one time. So master flip flop acts as a level triggered and slave flip flop acts as a edge triggered. Therefore, there is no race around condition at the output of the slave. ഇവിടെ നമ്മൾ ലെവൽ ട്രിഗേർഡും ഇവിടെ നമ്മൾ എഡ്ജ് ട്രിഗേർഡും എടുക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ടാവുന്നില്ല. ഇനി അടുത്തത് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. അപ്പോൾ നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഇൻവേർട്ട് ചെയ്യുക, ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ ഷോർട്ട് ചെയ്യുക, ഒരു
നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ട്. അതാണ് ഈ ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ജെ ഇസ് ഈക്വൽ ടു ഡി ആൻഡ് കെ ഇസ് ഈക്വൽ ടു ഡി ബാർ. ഇപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിള് 0 ആണെങ്കിൽ 0 തന്നെ വരും, 1 ആകുമ്പോൾ 1 തന്നെ വരും. അപ്പോൾ ഡിന്റെ വാല്യൂ 0 0 ആകുമ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ് 0 1 ആണെങ്കിലും Qn plus 1 0 വരിക. 1 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് സ്റ്റേറ്റ് 0 ആയാലും 1 ആയാലും 1 തന്നെയാണ് വരിക. അപ്പോൾ Qn plus 1 എന്ന് പറഞ്ഞാൽ D. This is also known as transparent latch because Qn plus 1 is equal to D. ഇതിനെ നമ്മൾ ട്രാൻസ്പാരന്റ് ലാച്ച് എന്നും പറയും. അടുത്തത് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. T flip-flop is a single input version of JK flip-flop. ഇതിനും സിംഗിൾ ഇൻപുട്ട് ആണ്, D flip-flopനും സിംഗിൾ ഇൻപുട്ട് ആണ്. അപ്പോൾ T flip-flop can obtained from JK flip-flop if J and K are tied together as in the figure shown below. ഇതിനെ രണ്ടിനെ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T flip-flop കിട്ടും. The designation T comes from the ability of flip-flop to toggle or change state. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോഗിൾ ആണ്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ J is equal to K is equal to T ആവുന്നു. അപ്പോൾ ഇതിന്റെ ട്രൂത്ത് ടേബിള് ഇങ്ങനെയാണ് വരിക. ക്ലോക്ക് കൊടുത്താൽ 0 ആകുമ്പോൾ Qn കിട്ടും, 1 കൊടുത്തു കഴിഞ്ഞാൽ Qn ബാർ കിട്ടും. അപ്പോൾ 0 0 ഔട്ട്പുട്ട് ഇവിടെ 0 1 ആണെങ്കിൽ ഇതന്നെ കിട്ടും. 1 കൊടുക്കുന്ന സമയത്ത് 0 ആണെങ്കിൽ 1 കിട്ടും, 1 ആണെങ്കിൽ 0 കിട്ടും. അപ്പോൾ ടോഗിൾ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ Qn plus 1 is equal to T bar Qn plus T Qn bar. അപ്പോൾ T XOR Qn എന്ന് പറയും.